ചുവപ്പിനോട് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചുവന്ന സുന്ദരിയെ പരിചയപ്പെടാം. ഈ ചുവന്ന മോർണിംഗ് ഗ്ലോറിയാണ് ഇന്ന് നമ്മുടെ താരം. നമ്മൾ മോർണിംഗ് ഗ്ലോറീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? വെള്ള മോർണിംഗ് ഗ്ലോറി ഉണ്ട്, നീല മോർണിംഗ് ഗ്ലോറി ഉണ്ട്, ഒരുതരം പിങ്ക് മോർണിംഗ് ഗ്ലോറി ഉണ്ട്. എന്നാൽ ചുവപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? നല്ല രസമാണ്. മറ്റ് മോർണിംഗ് ഗ്ലോറി ഇപ്പോൾ എത്ര വലിയ പൂവൊന്നുമല്ല, കുറച്ച് ചെറിയ പൂവാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമ്മൾ എന്താ പറയുന്നത്, കണ്ട് നിൽക്കാൻ തോന്നുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന, എന്നും പിടിക്കുന്ന ഒരു മോർണിംഗ് ഗ്ലോറിയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എന്നും വിരിയുന്ന പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും വിരിയുന്ന പൂക്കൾ നമ്മൾ പല പൂക്കൾ എടുത്താലും അത് പല ക്ലൈമറ്റിലായിരിക്കും, പല മാസങ്ങളിലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. സീസണലായിട്ടൊക്കെ വിരിയുന്ന പൂക്കളാണ് കൂടുതലും നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്നത്. പക്ഷെ എന്നും വിരിയുന്ന പൂക്കളെ തിരക്കി ഞാൻ ഒത്തിരി അലഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ചുമപ്പ് കളറിൽ എന്നും വിരിയുന്ന പൂക്കൾ എനിക്കിഷ്ടമാണ്. എനിക്ക് നീല കളറിൽ എന്നും വിരിയുന്ന പൂക്കളുണ്ട്. നമ്മുടെ ബ്ലൂ ക്ലസ്റ്റർ വൈൻ നീലയാണ്, എന്നും വിരിയുന്നതാണ്. അതുപോലെ പല പൂക്കളും ഉണ്ട് എന്നും വിരിയുന്നത്. പക്ഷെ എനിക്കൊരു ചുമപ്പ് എന്നും വിരിയുന്ന ഒരു പൂവിനെ തേടി ഞാൻ കുറേ അലഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒടുവിൽ എനിക്ക് ഇവിടെ കിട്ടിയത് എവിടെ നിന്നറിയോ, നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് കഴക്കൂട്ടത്തു നിന്ന് കോവളത്തേക്ക് പോകുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ, ബൈപ്പാസിന്റെ സൈഡിൽ ഒരു കാടുണ്ട്. ആ കാട്ടിൽ നിന്നാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. നിറച്ചിങ്ങനെ പൂത്ത് കിടക്കുമായിരുന്നു. നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് അത് എങ്ങനെയാണ് ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൂവ് ഈ കാട്ടിൽ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒത്തിരി ഗാർഡനിലൊക്കെ അന്വേഷിച്ചിട്ടുള്ള ഒരു പൂവാണ്, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക, പെട്ടെന്ന് നിങ്ങൾ കണ്ണിലുടക്കി അയ്യോ അതല്ലേ എന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് കഴിഞ്ഞു പോയി. വീണ്ടും ഞാൻ വീണ്ടും വന്നിട്ട് അത് കണ്ടുപിടിച്ചു, അതെടുത്തു, അതിൻ്റെ വിത്തെടുത്തു കൊണ്ടുവന്ന് നട്ടു. അങ്ങനെയാണ് എനിക്ക് ഈ ചെടി കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ചുമന്ന കളറാണ്. ഒരു എന്താ പറയുന്നേ, ബ്ലഡ് റെഡ് എന്നൊക്കെ പറയാം. ചിലരുടെ ബ്ലഡ് റെഡ് എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ചിലരുടെ ബ്ലഡൊന്നും ഈ റെഡല്ല, ചിലരുടെ ബ്ലഡൊക്കെ ഈ റെഡാണ്. എന്തായാലും നല്ലൊരു കളർ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വള്ളിച്ചെടിയാണ്. പെട്ടെന്ന് വളരും. നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുള വെട്ടി, പെട്ടെന്ന് വളർന്ന്, പെട്ടെന്ന് വള്ളി വീശി, പെട്ടെന്ന് പൂ തരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ, തൈ നട്ട് കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. അത്രയ്ക്കും ഭംഗിയായിട്ട്, അത്രയ്ക്കും ഞെട്ടിക്കും. ദൂരെ നിന്ന് തന്നെ നമുക്കത് ആ പൂ നിൽക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും. പച്ചയിൽ നിറച്ച് ചുമന്ന പൊട്ട് പോലെ എവിടേക്കും അങ്ങ് കയറി അങ്ങ് പൊക്കോളും കേട്ടോ. ഏത് ഹൈറ്റിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ പടർത്തി വിടാം. ഇങ്ങോട്ട് വേണേലും എത്ര വേണേലും അങ്ങ് പടർന്ന് പൊക്കോളും. അങ്ങനെ ഒരു ചെടിയാണ്, എന്നും പൂക്കുന്നതാണ്. ഇതിന് വിത്തുണ്ട്. ഈ പൂ വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു വിത്ത് വരും. ആ വിത്ത് നട്ടിട്ടാണ് നമ്മൾ പുതിയ തൈ ഉണ്ടാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് വേര് പിടിപ്പിച്ചും പുതിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ചെടി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവാണ്ടിരിക്കാൻ ഒരു വഴിയില്ല. ആക്ച്വലി എനിക്ക് ഈ ചെടിയുടെ പേര് ശരിക്കും അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ഗ്ലോറിയെ പോലെ ഇരിക്കുന്നത് കൊണ്ടും എന്നും വിരിയുന്നത് കൊണ്ടും ഞാൻ ഇതിലിട്ട പേരാണ് റെഡ് മോർണിംഗ് ഗ്ലോറി എന്ന്. ഇത് റെഡ് മോർണിംഗ് ഗ്ലോറി ആണോ എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഒറിജിനൽ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമന്റ് ഇടാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെന്തെങ്കിലും പേര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതറിയാവുന്നവർക്ക് ഇതിന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യാം. പിന്നെ ഈ ചെടി ആവശ്യം ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. തൈകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വിത്ത് ഫ്രീ ആണ്. മറ്റെന്തെങ്കിലും ചെടികൾ മേടിക്കുന്നവരുണ്ട്, ഇതുകൂടെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. വിത്ത് മുളപ്പിച്ചെടുക്കാൻ ഒരു പാടുമില്ല. പെട്ടെന്ന് വളർന്ന് നമുക്ക് പെട്ടെന്ന് പൂക്കൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ ചെടി നിൽക്കണം, ഈ പൂക്കൾ എന്നും കാണണമെന്ന് ആഗ്രഹമൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇതിൻ്റെ തൈയോ വിത്തോ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ പറയാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരിക്കും ടാറ്റാ.